സൂംബ ഡാൻസിനെ ചൊല്ലി വിവാദം കനക്കുകയാണ്. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും സർക്കാരും ഒക്കെ ഉറച്ച നിലപാടില്ല. എന്നാൽ സമസ്ത പോലെയുള്ള മത നേതൃത്വം സൂംബ ഡാൻസ് വേണ്ട, ഇത് കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും എന്നൊക്കെയുള്ള നിലപാടിലാണ്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാൻ? ഏതാണ് സംസ്ഥ? അതാലുള്ള സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു ടീമല്ലേ? അവരെന്തിനാ അനുകൂലിച്ചിട്ടുള്ളത്? ഞങ്ങളൊക്കെ മോഡേൺ വിദ്യാഭ്യാസത്തിൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ആദ്യമായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നു. മലയാളം വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു അവർ. ദൈവഭാഷ അറബിയാണ്, അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ സലഫി പ്രസ്ഥാനത്തിൻ്റെ ഒരു ലിബറൽ വേർഷനായിരുന്നു. അവരാണ് മുസ്ലിംസിൻ്റെ ഇടയിൽ റിഫോംസ് കൊണ്ടുവന്നത്. അങ്ങനെ അവർ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. മുസ്ലിം സ്ത്രീകൾ സാരി എടുത്തു തുടങ്ങി. മറ്റേ കാച്ചി മുണ്ട് അറിയാലോ മലബാറിലെ നമ്മളെ ആളുകളുടെ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അതിനൊക്കെ ആദ്യം എതിർത്ത ആളുകളാണ് അവർ ഈ പറഞ്ഞ സമസ്ത വിഭാഗം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നപ്പോൾ അതിനെ എതിർത്തു. അങ്ങനെ ഈ സമുദായത്തെ എല്ലാ കാലത്തും പിന്നോട്ട് വലിച്ചാണ്. സമുദായത്തെ 50 വർഷം പിന്നോട്ട് വലിച്ച ആളുകൾ. പിന്നെ അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ആളുകൾ മുന്നോട്ട് വന്ന് മുജാഹിദുകളെ സ്കൂളുകളൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഇപ്പം നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്കൂൾ എയ്ഡഡ് സ്കൂളുകളുള്ളത് കോളേജുകളിൽ മുജാഹിദ് വിഭാഗത്തിലായില്ല. അവർ ചെറിയ വിഭാഗം. എന്തുകൊണ്ടാണ്? അവരാണ് തുടക്കം കൊടുത്തത്. ഇവർക്ക് അറിയില്ലായിരുന്നു. പിന്നാണ് ഇവർ ഓടി വന്ന് താമസം പിന്നെ വർക്കസായി ഒരു രണ്ടുപേരും പുതിയ സ്കൂളുകളും കോളേജും ചോദിച്ചു തുടങ്ങി. പക്ഷേ ഗവൺമെൻറ് കൊടുക്കുന്ന ലിമിറ്റില്ലേ? ഏതാണ്ട് ഒരു സലഫി ഐഡിയോളജിയിൽ നിന്ന് സലഫിസ്റ്റുകളല്ല നമ്മളെ ഫസഗോഫാസ് തന്നെ MES നമ്മളൊക്കെ പോലുള്ള ആളുകൾ, അതേ എന്നെയൊക്കെ പോലുള്ള ആളാണ്. അപ്പം അവർ പക്ഷേ ഈ വിഷയങ്ങൾ പുരോഗമനാത്മകമായ നിലപാടുകൾ എടുക്കുന്നതിൽ പ്രചോദനം ഉൾക്കൊണ്ട് സലഫിസത്തിനാണ്. ഞാൻ സലഫിസത്തിൻ്റെ വലിയൊരു ക്രിട്ടിക്കാണ്. അതായത് എനിക്ക് സുന്നികളെയാണ് ഇഷ്ടം. അത് സാംസ്കാരികമായ അവരുടെ നിലപാടാണ്. അതായത് നമ്മളിവിടെയുള്ള ഹിന്ദു കൺവേർട്ടായ മുസ്ലിംസിൻ്റെ ആ നേർച്ച, ഇങ്ങനെ പൂജയുടെ ഒക്കെ വേറൊരു വേർഷനാണ് നേർച്ച. അതൊക്കെ നിലനിർത്തുന്നത് ഇവരാണ്. അതിന് മുജാഹിദുകൾ എതിരാണ്. അതിനെ ഞാൻ മുജാഹിദിനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഇവരെ ഞാൻ അനുകൂലിക്കാറുണ്ട്. നമ്മളൊക്കെ ഈ വിഭാഗമാണ്, സുന്നി വിഭാഗമാണ്, ഈ സംസ്ഥാന വിഭാഗം തന്നെയാണ്. അപ്പം ഇവർ പക്ഷേ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നതിൽ സലഫികളെ വളരെ നിർണായകമായ പങ്ക്. പിന്നെ അവർ ഇടിച്ചു വിരികയും പിന്നെ സൗദി ലൈനിലാണോ ആളുകൾ ഒരു വിഭാഗം വന്നിട്ട് ആളുകൾ ഇവിടെ വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല, പ്രവാചകനെ പോലെ ആടിനെ മേയ്ക്കാൻ പോകണം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കണ്ട. എങ്കിലും അതൊരു വലിയൊരു നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് പുതിയത് വന്നാലും ഇതിനെ ഒരു കായിക ഇനമായി, ഒരു വ്യായാമ പരിശീലന ഇനമായിട്ടൊക്കെ കരുതാവുന്നതാണ്. അതിനകത്ത് കുട്ടികൾ സ്കൂളിൽ വരുന്നു. ഇപ്പം ഈ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഡാൻസിൻ്റെതായ ചില വസ്ത്രങ്ങളൊക്കെ ധരിക്കേണ്ടി വരും. അതിലൊക്കെ കുഴപ്പങ്ങൾ കണ്ടെത്തുന്നത് അത് സർക്കാർ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു വിവരത്വവും ഒരു വിവരമില്ലായ്മയും ഒരു മാനസിക രോഗമാണ്. മനസ്സിലായില്ലേ? ഇവരിപ്പോഴും സ്ത്രീകളെ പള്ളി കയറ്റില്ലല്ലോ. ഇപ്പം സ്ത്രീകളെ മുജാഹിദുകളെ പള്ളി കയറ്റും, ഇവർ കയറ്റില്ല എപ്പോഴും. അപ്പം അതിൽ ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ പ്രവാചകൻ്റെ കാലഘട്ടം ഖുർആൻ ഹദീസാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ത്രീകളുടെ ആദ്യ നിരയും പുരുഷന്മാരുടെ അവസാന നിരയും അത്ര ശുദ്ധി ഉള്ളതായിരിക്കില്ല. കാരണം സ്ത്രീകളും പുരുഷന്മാരും അടുത്തേക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സമയത്ത് ഇവർ ഒരുമിച്ച് നിസ്കരിച്ചിരുന്നതാണ്. അത് വേറെ ശുദ്ധി ഉണ്ടോ ഇല്ല എന്നൊക്കെ വേറെ കാര്യം. മനുഷ്യനെ കൺട്രോൾ ഇത്ര ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അത് ചില ദിവസം നോക്കി എന്നൊക്കെ പോകും. പ്രത്യേകിച്ച് കുറച്ച് നമ്മളെ ടീനേജൊക്കെ ഇതേയല്ല. ഇപ്പം പിള്ളേർ പറയുന്നേക്കാം, സാറേ ഞങ്ങളെ പ്രായത്തിലുള്ള പിള്ളേരല്ല കുഴപ്പം, ഈ പായസന്മാരെ കൊണ്ടൊരു രക്ഷയില്ല, സാറിൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെയാണ് വായനോട്ടം കൂടുതൽ. സത്യമാണ്. ഇപ്പം ബസ്സിലൊക്കെ പോയി പിള്ളേരോട് വെച്ചാൽ മതി, ഈ +2 ഒക്കെ പഠിക്കുന്നത് ഈ പായസന്മാരെ കൊണ്ടാണ്. ഇപ്പോൾ ഏതൊരു സിനിമയിൽ ഞാനെ കണ്ടു, മരണമാസം. പുതിയ പിള്ളേർക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്ത് പുരോഗമനാത്മകമായ കാര്യങ്ങൾ സൊസൈറ്റിയിൽ വന്നാലും അതിനെ ബ്ലൈൻഡായിട്ട് എതിർക്കുന്ന വിഭാഗമാണ് ഇവർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ പറയുന്നത്. 2 ഇസ്ലാമിക വസ്ത്രധാരണം എന്ന് പറഞ്ഞൊന്നുണ്ടോ? ഒന്നുമില്ല. പർദാന്ന് നിങ്ങൾ പറയുന്ന സംഭവം അറബികളുടെ വസ്ത്രധാരണ രീതി ആയിരുന്നില്ല. അത് ഇറാനിൽ നിന്ന് കടം കൊണ്ടതാണ്. ഇസ്ലാമിക വസ്ത്രധാരണം അവത്ത് മറയ്ക്കുക, ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മറയ്ക്കുക. അങ്ങനെയുള്ള ഡ്രസ്സ് തന്നെയാണ് ഇപ്പം ഈ പിള്ളേർ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് പിള്ളേർ അധികം ഇടുന്നത്. അവർ തട്ടിടും, പാൻറ്റും ഷർട്ടും ഇടും. പാൻറ്റും ഷർട്ടും ഇടല്ലെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹദീസ് പോകുന്നില്ല. അവത്ത് വാക്കിയണമെന്നുള്ളൂ ഇത്രയും പുറത്ത് കാണിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ കണ്ണ് അധികം മറ്റേ വെയിൽ മൊത്തം വേണമെന്ന ഡ്രസ്സ് പെൺപിള്ളേർ ഇടാറില്ല. അവരതിന് അതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അതില്ല.
പാകിസ്ഥാനിൽ പോലും ഇല്ല, ഈ ട്രൈബൽ സൊസൈറ്റികളുടെ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സാധനം ഇല്ല. എന്തോ മെക്സവനെതിരെ വരി അടുത്തിടെ വന്ന ഇങ്ങനെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. മെക്സവൻ വ്യായാമ കൂട്ടായ്മയായിരുന്നു, അതിനെതിരെ വരി രംഗത്ത് വന്നു. അതായത് അതിൻ്റെ ഇടയ്ക്ക് ഒരു RSS ഒന്ന് ഒരു കുത്തിയിളക്കാൻ നോക്കുകയും ചെയ്തു. കാരണം ജമാഅത്ത് ഇസ്ലാമിയാണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി RSS അല്ല, അത് ശരിക്കും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. നിങ്ങൾക്ക് ഇവരെ സംഭവം മനസ്സിലാകത്തോണ്ടാണ് RSS വരെ കുത്തി വെക്കുക. കാരണം ഇതിന്റെ വിളി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയാം. ജമാഅത്ത് ഇസ്ലാമി എന്താണ് RSS നന്നായിട്ട് അറിയാം. അപ്പോൾ RSS ഞാൻ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ നൽകുന്നത് സലഫിസത്തെയും ഇപ്പം മൗദൂദിസത്തെയാണ്. അല്ലെ ഇസ്ലാമിനോടൊന്നും RSSന് പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവരുടെ സുന്നികളായിട്ട് പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ഇൻഡയറക്റ്റ് അങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഒരു വിഷയമാക്കുക. ഇവരൊറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുകയില്ല. കൂട്ടി ഞങ്ങളെ ഭാഷ പറഞ്ഞാൽ കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ ഇവിടെ നമ്മളെ ശത്രുവൊക്കെയാണ് എങ്കിൽ പോലും അവരെയും കൂടി ഒന്ന് കുത്തിയിളക്കാന്നുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പിന്നെ CPM അത് ഇടപെട്ട് പിന്നെ അവർ കാര്യം പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ അവർക്ക് അത് ബോധ്യപ്പെട്ടു. ഒരു ഡിസ്കോഴ്സ് വന്നപ്പോൾ ഇടപെട്ടു. അപ്പോൾ 2 വർഷമായിരുന്നു ഇവർക്ക് അതിലുണ്ടായിരുന്നത്. ഒന്ന്, ഇവ സ്ത്രീകൾ ഇങ്ങനെ പിന്നെ മുഖ്യധാരയുടെ ഭാഗമായിട്ട് വരുന്നവർക്ക് ഇഷ്ടമല്ല. സ്ത്രീകൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് മിണ്ടാതിരിക്കണം. ഇത് നടക്കുകയില്ല. അങ്ങനെ നടക്കണം. അത് താലിബാൻ സ്റ്റേറ്റ് ആയിരിക്കണം. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ വളരെ പ്രോഗ്രസീവായിരുന്നു 80കൾ. ഇന്ത്യൻ സ്ത്രീകളെക്കാട്ടും മുന്നിലായി. ഇവന്മാർ വന്ന് അടിച്ചെടുത്തി വീട്ടിലിരുത്തി. മനസ്സിലായി. ഡിപ്ലോമാറ്റ് എന്നുള്ള പുതിയ സിനിമയിൽ അതാണ് വിഷയം. ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞാൽ ജോൺ അബ്രഹാമിൻ്റെ സിനിമ ഉണ്ട്. അതായിരുന്നു. അപ്പോൾ അതായിരുന്നു അവസ്ഥ. ആ അവസ്ഥ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഭാഗ്യത്തിന് ഇവിടെ 28% മുസ്ലിങ്ങളുള്ളൂ. ബാക്കി ഒരു 10-18% ക്രിസ്ത്യാനികളും ബാക്കി ഹിന്ദുക്കളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒരു ക്രിസ്തു മത രാജ്യമായാൽ പോലും ഇസ്ലാം മത രാജ്യമാവില്ല. ഇസ്ലാം മോശമായിട്ടല്ല, ഇസ്ലാം മതരാജ്യം എന്ന് പറയുമ്പോൾ പിന്നെ ഇവന്മാരായില്ല കഴിക്കുന്നതിന് കൺട്രോള്. പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അല്ല, ഈ സമസ്തയും അങ്ങനെ ഒരു നിലപാടിലേക്കാണോ പോകുന്നത്? ഇതിൻ്റെയൊക്കെ പിന്നെ എന്താണ്? ഇതിൻ്റെയൊക്കെ കോറ എന്താണ്? ഇവർക്ക് മനസ്സിലായി. ഇവരെന്തൊക്കെ എതിർത്തെന്ന് ഇവർ ആദ്യം ചിന്തിക്കട്ടെ. മലയാളം വിദ്യാഭ്യാസിക്കുന്നതിന് എതിർത്തു, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് എതിർത്തു, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് എതിർത്തു. എന്താ ഇവർ എതിർക്കാതിരുന്നത്? ഇപ്പോൾ ഈ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഒബേസിറ്റി, ദുർമേധസ്. നമ്മൾ ഗൾഫിലൊക്കെ പോയി അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അതിവിടെ ന്യൂ ജനറേഷൻ ജോബുകൾ വന്നതോടുകൂടി നമ്മളിപ്പോൾ ഒരു സബ്സിസ്റ്റൻസ് ഇക്കോണമി അല്ല, കൺസ്യൂമർ ഇക്കോണമിയാണ്. നമ്മൾ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് നമ്മൾ ഫിസിക്കൽ ലേബർ കുറവാണ്. പക്ഷേ എന്നാണ് ഞാനാണൊക്കെ നമ്മളെടുക്കുന്നത് തന്നെ ഇൻ്റലക്ച്വൽ ലേബറാണ്. ഇപ്പം ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരാണ് അതാ ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിലുള്ള പിള്ളേർ അതാ ചെയ്യുന്നത്. ഇവിടെ ഈ പറയുന്ന ഫിസിക്കൽ വർക്ക് എടുക്കുന്ന ബംഗാളിയും ബീഹാറിയാണ്. അപ്പോൾ ഈ കൂടുതലായിട്ട് വരുന്ന കലോറി കത്തിച്ച് കളയണ്ടേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ വല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കേരളം, ഇന്ത്യയിൽ തന്നെ. അപ്പൊ അതിനിപ്പോൾ ദിനം എന്ത് വേണം? വ്യായാമം വേണം. പണ്ടൊക്കെ RSS ശാഖയിൽ പോയി ഇത് കളിച്ചില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് കൂടുതൽ ആളുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഈ ശാഖയിൽ പോയി ഇതൊക്കെ കളിച്ചിട്ടില്ലല്ലോ, പ്രശ്നം എന്താ അറിയോ? ഈ പറയുന്നതിന് ഈ സാധനം കെട്ടിക്കിടക്കും. ഈ ഫോൺ നോക്കിയല്ലേ ഇരിക്കുക, ഭക്ഷണം കഴിക്കും. ന്യൂ ജനറേഷൻ ഫുൾ ഒരു എക്സസൈസും ഇല്ല. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാ മതങ്ങളും ഒരുക്കുന്നത് നല്ലതാണ്, എല്ലാ മതങ്ങളും ഒരുക്കുന്നത്. പക്ഷേ ഇപ്പം ഉള്ളത് പോലും കുറഞ്ഞു വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടത്തെ പോലെ സജീവം ഞാൻ കണ്ടിട്ടില്ല. അന്നപ്പാണ് ഇങ്ങനെ സ്കൂളുകളിലൊക്കെ ഈ രീതിയിലൊരു അവയർനെസ് കൊടുക്കുകയും ഈ രീതിയിലുള്ള സൂംബ പോലെയുള്ള എക്സസൈസുകൾ വരുന്നത്. അപ്പോൾ അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. ഇവർ അംഗീകരിക്കും 20 വർഷം കഴിഞ്ഞിട്ട്. ഇല്ലെങ്കിൽ ആളുകൾ ഈ സാധനം വിട്ടുപോകുന്നു. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. സർക്കാർ ഈ സ്കൂൾ ടൈം കൂട്ടിയല്ലോ, സമയം കൂട്ടിയ. അപ്പോൾ അതിൽ സമസ്ത എതിർപ്പുമായിട്ട് വന്നു. അന്ന് അവസാനം സർക്കാർ അത് വെള്ളിയാഴ്ച ദിവസത്തിൽ ഒഴിവാക്കി കൊടുത്തു. അതുപോലെ ഈ സൂംബ ഡാൻസിലും അങ്ങനെ ഒരു മുട്ടുമടക്കൽ ഉണ്ടാകുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അവരങ്ങ് വലിയ രീതിയിൽ പേടിക്കുന്നില്ല. കാരണം ആ രീതിയിൽ ഇവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എതിരാവും എന്നുള്ള ഫീലുണ്ട്. മറ്റുള്ളവർ EPM ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന, കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ 50% ഉണ്ട് ഇവിടെ. അവരെ വോട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾ 50% ഉള്ളൂ. 20% നിങ്ങളെ കയ്യിലില്ലല്ലോ. നിങ്ങളെ കയ്യിലുള്ള 28% നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന 18% ഉള്ളൂ. ബാക്കി എന്നെ പോലുള്ള 10% ഇപ്പോഴും പുറത്താണ്. നമ്മൾ വിശ്വാസികളാണ്, ലിബറലുകളാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭീഷണിക്ക് വഴങ്ങിയാൽ അത് LDFന്റെ ഒരു മരണമണിയായിരിക്കും. ബി ജെ പിക്ക് എല്ലാം സന്തോഷമാവും. കാരണം ഇങ്ങനെ സംഭവിക്കും, അപ്പുറത്ത് ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് CPMന്റെ ലൈൻ വെച്ച് നോക്കുമ്പോൾ അവരത് അംഗീകരിക്കാൻ പോകുന്നില്ല. 2, വെള്ളിയാഴ്ച ഒരു കൊടുക്കുന്ന തന്നെ 12 മണിക്ക് ജുമാക്ക് പോകുക എന്നുള്ളത്, ആ സമയത്ത് പോകുക എന്നുള്ളത് മുടക്കാൻ പറ്റാത്തൊരു കടമയാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കേരളം പോലെയുള്ള ബേഴ്സ്ഡ് സൊസൈറ്റിയിൽ അതിപ്പോൾ RSS ഭരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അതിന് മാറ്റം. അല്ല, ഇൻ ദ സെൻസ് BJP കേരളം ഭരിച്ചാൽ പോലും മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് മറ്റു മതത്തിൻ്റെ വിശ്വാസത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം കാര്യമല്ലേ, അത് എല്ലാ ദിവസവും ഇല്ലല്ലോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മാറ്റം കാണുന്നുണ്ട്. എല്ലാം ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിൽ തന്നെ ആളുകൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പിടിച്ച് കഷ്ടപ്പെടുന്നു. ഇവരൊന്നും ഇപ്പം നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്നവരല്ല നടത്തോ. എനിക്ക് അത്യത് പ്രൊഫഷനൽ വലിയ ബഹുമാനമൊക്കെയുള്ള ആളാണ്. എന്താ വെച്ചാൽ നമ്മൾ കൾച്ചറലായിട്ടുള്ള നമ്മുടെ റൂട്ട്സ് നിലനിർത്തുന്ന സംസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട്. ആ ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ പറയേണ്ടത് പറയണ്ട.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.